ചെറിയ ഉള്ളി, ചെറിയ 2 സവോള, കരിവേപ്പില, പച്ചമുളക്, പിന്നെ വറക്കാൻ ആവശ്യത്തിനായ തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഒരു ചെറുന നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി. നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ച് തേങ്ങ വറക്കാം. ഇതിനായിട്ടൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ വറുത്ത് റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതിനെ അരച്ച് എടുക്കണം. നമുക്ക് മറ്റൊരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച ശേഷം നമുക്കിതിൻ്റെ അകത്ത് പാവയ്ക്ക വറക്കാം. ആദ്യം നമുക്ക് കുറച്ച് കടുകിടാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി കടുക് പെട്ടാൻ തുടങ്ങുന്നുണ്ട്. അപ്പം കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിൻ്റെ ഇട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ആദ്യം അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങാക്കൊത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഏകദേശം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് പുളി ചേർക്കാം. പുളി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ അരച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കരുത്. ആ മിക്സിക്കകത്ത് പറ്റിയിരിക്കുന്നത് എടുക്കാൻ വേണ്ടി മാത്രം ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കഴുകി ഇതിലോട്ട് ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ലോ ഫ്ലെയിമിലിട്ട് ആ തേങ്ങ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും എൻ്റെ പാവയ്ക്ക തീയൽ ഇഷ്ടമായെന്ന് തോന്നുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസുകളൊക്കെ എഴുതി അറിയിക്കുമല്ലോ. താങ്ക് യു. നമുക്കിനി മറ്റൊരു